ജനങ്ങളും നാട്ടുകാരും എല്ലാവരും നീണ്ട നാളത്തെ പ്രയത്നത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഒക്കെ ഫലം നാളെ അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുകയാണ്. അതെ അതെ. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? ഭയങ്കര സന്തോഷമാണ്. അമ്മ തമ്പുരാട്ടിക്ക് വേണ്ടി നമ്മളെ വടക്കേക്കര നിവാസികൾ എല്ലാ വർഷവും കെട്ടിയലങ്കരിക്കുക കൊണ്ടുപോകുന്ന ഈ കെട്ടുകാഴ്ച ഇന്നത്തെ ഒരു അന്നദാനത്തോടുകൂടി ഇന്നത്തെ അന്നദാനം അവസാനിക്കും. അന്നദാനം മറ്റു പരിപാടികൾ ഇന്ന് ഇപ്പം ശിവരാത്രിയുടെ അന്ന് തുടങ്ങിയ അന്നദാനമാണ്. അത് ഇന്ന് രാത്രിയിൽ 8 മണിക്ക് കുത്തിയോട്ടച്ചൂടും അന്നദാനവും ഒക്കെ ആയിട്ട് രാത്രിയിൽ അത് അവസാനിക്കും. ഇന്ന് വൈകിട്ട് എന്തൊക്കെയാണ് പരിപാടി? വൈകിട്ട് കുത്തിയോട്ടച്ചൂടുണ്ട്. ചെട്ടികുളങ്ങര ജയൻ അവതരിപ്പിക്കുന്ന കുത്തിയോട്ടച്ചൂടും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഒരേ മനസ്സോടെ ഇതിന്റെ ഈ നമ്മുടെ വടക്കേക്കരയുടെ ഈ തേര് ഒരു കേടുപാടുകളും ഒന്നും തന്നെ ഇല്ലാതെ വളരെ വൃത്തിയോടും വെടിപ്പോടും അതുപോലെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആരാണ് ഇതിന്റെ തലപ്പത്തിൽ നിൽക്കുന്ന ആള്? ഈ തേരിന്റെ ഒരു തുടക്കമുണ്ടല്ലോ, ഇതിന്റെ പണി, ഇതിന് ഉളി എന്തോ അതിന് പറയുന്നത്, ഉളി കുത്തിയത് നമ്മുടെ മെയിൻ പണിക്കൻ ഇതാണ്. നമുക്കറിയാം, നമ്മുടെ സുഹൃത്താണ്, അജയനാണ്. പിന്നെ എന്തുണ്ട് പറയാനേ? വളരെ സന്തോഷമുണ്ട്. പിന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉയരം കൂടിയ കെട്ടുകാഴ്ചകളിലൊന്നാണ് വടക്കേക്കര എന്ന് പറയുന്നത്. 139 അടിയുണ്ട്. 139 അടിയുള്ള 139 അടിയാണ് ഹൈറ്റാണ്. അത് തന്നെ. ഇത് ശിവസങ്കല്പത്തിലുള്ളതാണെങ്കിൽ പാർവതി സങ്കല്പത്തിലുള്ളതാണ് തേര്. ശിവൻ. അപ്പൊ വീതി കൂടിയതായതുകൊണ്ടല്ലേ? വീതി ഏറ്റവും വീതിയാണ്. 19 അടിയാണ് ഇതിന്റെ വീതി തന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടുകാഴ്ചകളിലൊന്നാണിത്. ഓക്കെ. അപ്പൊ ഇന്ന് ഗംഭീരമായ ശ്രമഫലമാണ് ഇത് മേളോട്ട് ഉയരുന്നത്. ഞങ്ങളുടെ കഞ്ഞി വെക്കുന്ന ലേഡീസ് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ അധികമായ ഒരു ശ്രമമാണ്. ഭയങ്കര 7 ദിവസമായിട്ട് അവർ ഇതിനു വേണ്ടി കഷ്ടപ്പാടാണ്. അവർ ഇത്രയും 121 കിലോ അരിയാണ് ഒരു ദിവസം ഞങ്ങളുടെ ഈ കുതിരച്ചുവട്ടിൽ വെക്കുന്നത് വേണ്ടി കൊടുക്കുന്നത്. അത് ചെയ്യുന്നത് ഒരു 10-50 പെണ്ണുങ്ങളാണ്. അവരുടെ ഒരു നല്ലൊരു സഹായം നമ്മുടെ ഈ കുതിരച്ചുവട്ടിലുണ്ട്. ദേവി അവർക്ക് ഇതൊരു കൂട്ടായ്മയാണ്. ഒരാളോ ഒന്നും അല്ല, ഇത് എല്ലാവരും കൂടെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. കൂട്ടായ്മയിലാണ് ഇത് നീങ്ങുന്നത്. അതിനാൽ ഞങ്ങളുടെ ഈ കുതിരയുടെ എല്ലാവിധ വിജയത്തിനും വേണ്ടി എല്ലാ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടാകണമെന്നും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്നും ദേവീനാമത്തിൽ നമ്മൾ അപേക്ഷിക്കുകയാണ്.